നമ്മുടെ ഏവരുടെയും കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു പർവ്വതത്തിൽ നിന്ന് ഏതാനും കാര്യങ്ങള് ശിഷ്യന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. അത്ര വലിയ പർവ്വതമല്ല, പർവ്വതത്തിന്റെ ഒരു താണ സ്ഥലം, ഗിരിപ്രഭാഷണം എന്നാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് അതറിയപ്പെടുന്നത്. ആ ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശു ജനത്തോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്നാണ് പറഞ്ഞത്. യെശയ്യാപ്രവചനം 66-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, എന്റെ കൈ ഇവയൊക്കെയും സൃഷ്ടിച്ചു, അങ്ങനെയാകുന്നു ഇവയൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും ദരിദ്രനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തിൽ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു രൂപമാറ്റം ഉണ്ടായാൽ നമ്മൾ അനുഗ്രഹീതരായി തീരുമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. സാധാരണ ഈ ലോകത്തിലെവിടെയും സുവിശേഷീകരണം, സുവിശേഷ പ്രസംഗം, ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ ആ നടത്തുന്നവരുടെ എല്ലാം ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയും ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ സ്വർഗം യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളെ ഇന്ന് കാലം വേദപുസ്തകത്തിലൂടെ ഒന്ന് തെളിയിച്ചു മനസ്സിലാക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്വർഗം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല, അത് യാഥാർത്ഥ്യമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വർഗമെന്നും ആകാശമെന്നും ഒരേ വാക്കാണ് ബൈബിൾ എഴുതിയ മൂലഭാഷകളിലും ഇംഗ്ലീഷിലും അങ്ങനെയാണ് കാണുന്നത്. മലയാളത്തിലേക്ക് വരുമ്പോൾ സ്വർഗമെന്നും ആകാശമെന്നും കൊടുത്തിട്ടുണ്ട്. എന്നാൽ എബ്രായ, ഗ്രീക്ക്, അരാമിക്, യവന ഭാഷകളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലൂടെ നമ്മൾ പഠിക്കുമ്പോഴും ഇതിന് രണ്ടിനും ഒരേ അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതിനെ ഒന്ന് അറിയേണ്ടത് ഈ കാലത്ത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് കടന്നു പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില് യാക്കോബ് ഒരു സ്ഥലത്തെത്തി, സന്ധ്യയായി, ഇരുട്ടായി, സൂര്യൻ അസ്തമിച്ചു, വെളിച്ചവും പ്രകാശവും ഒന്നുമില്ല. താൻ ആ സ്ഥലത്ത് കിടന്നു. അത് 11-12 വാക്യങ്ങളാണ്. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിലാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബ് അവിടെ വെച്ച് പറയാണ്, ഇത് സ്വർഗത്തിന്റെ വാതിൽ. അതിനു മുൻപ് യാക്കോബ് കണ്ട ദർശനം എന്ന് പറഞ്ഞാൽ, സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു ഏണി വെച്ചിട്ടുണ്ട്, ആ ഏണിയിൽ കൂടി മാലാഖമാര് സ്വർഗത്തിലേക്ക് കയറി അവിടെ നിന്ന് ഇറങ്ങി താഴത്ത് വരികയാണ്. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗം ഈ ഭൂമിയിലല്ല, എത്തുന്ന ഒരു ഏണി ഉണ്ടെങ്കിൽ വെച്ച് കയറിയാൽ തെറ്റില്ല എന്ന് ഞാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അവിടെ വരെ എത്തുന്ന ഏണി
ഉണ്ടാകുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. എന്നാലും യാക്കോബ് ഒരു ഏണി കണ്ടു. യാക്കോബ് ആ ഏണിയിലൂടെ ആൾക്കാർ കയറി അറിയുന്നതായിട്ട് കാണുകയുണ്ടായി. നമ്മളും ആ ഏണിയിലൂടെ കയറിയാൽ നല്ലതാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, അപ്പോൾ യഹോവ മോശെയോട് അരുളിച്ചെയ്ത്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. കണ്ടോ? അപ്പൊ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് എന്ത് കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്? മന്ന കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ആകാശം. ആകാശത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് അപ്പം തരും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം, അപ്പോൾ യഹോവ മോശെയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്നും നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. അവിടെ ഏത് വാക്കാണ് കാണുന്നത്? സ്വർഗം എന്ന വാക്കാണ് കാണുന്നത്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിന്റെ 15-ാം വാക്യവും കൂടെ നമുക്കൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾക്ക് നൽകിയ ദേശമായ പാലിന്റെയും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യത്തെ കുറിച്ച് ഒരു അവലോകനം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ട വാക്യങ്ങളിൽ ആകാശം എന്നുണ്ട്, ആകാശങ്ങൾ എന്നുണ്ട്, സ്വർഗം എന്നുണ്ട്, സ്വർഗങ്ങൾ എന്നുണ്ട്. എന്നാൽ ആകാശത്തെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചോ ബൈബിളിൽ ഏകവചനത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ബഹുവചനത്തിലാണ് ആകാശങ്ങൾ, സ്വർഗങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവ മക്കളെ, ഇന്ന് പ്രകാരം ഈ സ്വർഗം, നമ്മുടെ പ്രതീക്ഷയായി സ്വർഗം തുറന്നിരിക്കുന്നതായി ചില വ്യക്തികൾ കണ്ടു. മത്തായി 3:16-17 വാക്യങ്ങളിൽ സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ട വ്യക്തി കർത്താവായ യേശുവാണ്. അവൻ യോർദാനിൽ പോയി സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് കയറുന്നതിന് മുൻപ് സ്വർഗം തുറന്നിരിക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വർഗം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് തുറക്കുവാനും അടയ്ക്കുവാനും കഴിയും. മത്തായി 3:16-17 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യം വായിക്കുമ്പോൾ, സ്തെഫാനോസ് മരിക്കുന്ന നിമിഷത്തിൽ കണ്ട കാഴ്ച ഇതാ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്നവൻ പറഞ്ഞു. ഉടനെ സ്തെഫാനോസ് കല്ലേറിനാൽ കൊല്ലപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടു. സ്തെഫാനോസ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടു. ഇനി നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. ആകാശം തുറന്നിരിക്കുന്നതും 4 കോണുകളിൽ കെട്ടിയ വലിയ വിരി പോലുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കാണുന്ന ഒരു കാഴ്ചയാണ് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ
വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള മക്കളെ, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ദൈവം വിളിക്കുന്നത് ഇവിടെ കയറി വരിക. ഇത് സുരക്ഷയുടെ സ്ഥലമാണ്. ഇത് സഹായത്തിന് ആരോടും അഭ്യർത്ഥിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ഥലമാണ്. ഇത് സംരക്ഷണത്തിന്റെ ഒരു സ്ഥലമാണ്. ഇത് ഒരു സങ്കേത സ്ഥലമാണ്. ഇവിടെ വരുന്ന വ്യക്തിക്ക് ഒരു വിധമായ പ്രശ്നവും ഉണ്ടാകത്തില്ല. അമ്മേ, അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, യേശു സ്വർഗം തുറന്നത് കണ്ടു, സ്തേഫാനോസ് സ്വർഗം തുറന്നത് കണ്ടു, പത്രോസ് സ്വർഗം തുറന്നത് കണ്ടു, യോഹന്നാൻ സ്വർഗം തുറന്നത് കണ്ടു. യോഹന്നാനോട് പത്മോസിൽ കിടക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം പറയാണ്, നീ ഇങ്ങോട്ട് കയറി പോരുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ പോകേണ്ട സ്ഥലം, നമ്മൾ എത്തേണ്ട സ്ഥലം, നമ്മൾ ചേരേണ്ട സ്ഥലം, നമ്മൾ ചെന്ന് ചേരേണ്ട സ്ഥലം അത് സ്വർഗമാണ് എന്നതിന് വേദപുസ്തകത്തിൽ എല്ലാവിധമായ തെളിവുകളോട് കൂടി നിലകൊള്ളുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം, നമ്മുടെ ചിന്ത, നമ്മുടെ തീരുമാനം, നമ്മളുടെ പ്രതീക്ഷ അവിടെ എത്തിച്ചേരുക എന്നത് മാത്രമായിരിക്കട്ടെ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വർഗം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അതിന് വാതിലുണ്ട്. ആ വാതിൽ തുറക്കാം, ആ വാതിൽ അടയ്ക്കാം, ആ വാതിലൂടെ കയറാം, ആ വാതിലൂടെ ഇറങ്ങാം. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എത്രയോ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകാതെ ദൈവസന്നിധിയിൽ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ സ്വർഗം എന്നതിന് ബൈബിളിൽ ഏകവചനം ഉപയോഗിച്ചിട്ടില്ല, ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗങ്ങൾ. അതുകൊണ്ട് ആ സ്വർഗങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഈ സമയം ആഗ്രഹിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഫസ്റ്റ് ഹെവൻ ഈസ് ക്ലൗഡ് ആൻഡ് ഗോഡ്സ് പ്ലേസ്. ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മേഘത്തിന്റെയും പറക്കുന്ന പക്ഷികളുടെയും സ്ഥലമാണ്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് സെക്കൻഡ് ഹെവൻ ഈസ് ഏഞ്ചൽ ആൻഡ് സ്റ്റാർസ് പ്ലേസ്. രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ദൂതന്മാരുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥലമാണ്. തേർഡ് ഹെവൻ ഈസ് ഗോഡ് ആൻഡ് ഹിസ് ചിൽഡ്രൻസ് പ്ലേസ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 3 സ്വർഗങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വർഗം അന്തരീക്ഷത്തിന്റെയും മേഘമണ്ഡലത്തിന്റെയും അതോടൊപ്പം പക്ഷികളുടെയും വാസസ്ഥലമെങ്കിൽ നമ്മൾ കാണുന്ന ഈ പ്രതിഭാസം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം അത് നക്ഷത്രങ്ങളും മാലാഖമാരും വസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് ബഹിരാകാശ യാത്രികർ പോകുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കൊന്ന് പറയാമോ? ഈ രണ്ടാം സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത പറയാമോ? നമുക്കറിയാം, there is no oxygen. അവിടെ ഓക്സിജൻ ഇല്ല, ശ്വസനവായുവില്ല. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്രികരെല്ലാം ശ്വസനവായുവുമായിട്ടും അവിടേക്ക് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ആകാശമേഘപ്പാളികളിൽ അധിഷ്ഠിതമായി പക്ഷികളുടെ താമസ സങ്കേതമായി കാണുന്ന നമ്മുടെ ദൃഷ്ടിയിലെ ഒന്നാമത്തെ സ്ഥലം അത് ഒന്നാമത്തെ സ്വർഗമാണ്. അവിടെ എന്തുണ്ട്? വായുണ്ട്. രണ്ടാമത്തെ സ്ഥലം ദൂതന്മാരുടെയും നക്ഷത്രങ്ങളുടെയും വാസസ്ഥലമാണ്. അവിടെ എന്തില്ല? വായുവില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വേണോ? എന്നോട് ചോദിക്കാം. ദൂതന്മാർക്ക് മാലാഖമാർക്ക് ജീവിക്കുവാൻ ഓക്സിജൻ വേണോ? ഹൈഡ്രജൻ വേണോ? കാർബൺ വേണോ? ഇതെന്തെങ്കിലും വേണോ? വായു വേണോ?
വേണ്ട. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ആ ദൂതന്മാരെക്കാൾ ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് കാൽവരിയിലെ കർത്താവിന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ ഓക്സിജനുമായി പോകേണ്ട ആവശ്യമില്ല, കാർബണുമായി പോകേണ്ട ആവശ്യമില്ല, ഹൈഡ്രജനുമായി പോകേണ്ട ആവശ്യമില്ല. വീണ്ടും സംശയം ശേഷിക്കും. മൂന്നാം സ്വർഗമാകുന്ന സ്വർഗാദി സ്വർഗത്തിൽ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അവിടെ വായു ആവശ്യമുണ്ടോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവിടെ വായു ആവശ്യമില്ല. അതുകൊണ്ട് നാം അറിയണം, ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം. ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ആകാശവും പക്ഷികളും സഞ്ചരിക്കുന്ന ജീവിക്കുന്ന അവരുടെ ജീവിത വാസസ്ഥലമാണ് ഒന്നാമത്തെ സ്വർഗം. രണ്ടാമത്തെ സ്വർഗം ദൂതന്മാർ അഥവാ മാലാഖമാരും നക്ഷത്രങ്ങളുടെയും സങ്കേത സ്ഥലമാണ് രണ്ടാം സ്വർഗമെങ്കിൽ, മൂന്നാമത്തെ സ്വർഗം ദൈവത്തിന്റെയും ദൈവമക്കളുടെയും വാസസ്ഥലമാണ്. ആ വാസസ്ഥലം നമ്മുടെ അവകാശമാണ്. ആമേൻ, ആമേൻ, ആമേൻ. അത് നമുക്ക് ദൈവം തീർന്നു തന്നിരിക്കാൻ നമ്മൾ അതിനെ ഒരിക്കലും കൈവിട്ട് കളയരുത്. ആമേൻ. ഒരു ടാക്സും വില്ലേജിലോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ മറ്റൊരു നാടിന്റെ ഭരണ രംഗങ്ങളിലോ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ ഒരു ചെലവുമില്ലാതെ സൗജന്യമായി നമുക്ക് അവകാശമായി ഒരു സ്ഥലം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരാണ് മൂന്നാം സ്വർഗം. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരാൾ പറയാണ്, ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ 14 വർഷങ്ങൾക്ക് മുൻപ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എടുക്കപ്പെട്ടിട്ട് തിരികെ വന്ന ഒറ്റയൊരു മനുഷ്യനേ ഉള്ളൂ. ആ വിശുദ്ധ പൗലോസാകിയാൽ ഇന്ന് വെക്കാൻ ഞാൻ പറയട്ടെ, ആ പൗലോസിന്റെ വിശ്വാസത്തെ നാം പിൻഗമിക്കുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തില് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഈ മൂന്നാം സ്വർഗം എന്ന് പറയുന്ന സ്ഥലം യേശു ഇറങ്ങി വന്ന സ്ഥലമാണ്. ഈ മൂന്നാം സ്വർഗം എന്ന് പറയുന്ന സ്ഥലം യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്ഥലമാണ്. രണ്ടാമത്, പഴയ നിയമ വിശുദ്ധന്മാരായ ഭക്തന്മാരെ യേശു ആ മൂന്നാം സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി എന്ന് എഫെസ്യ ലേഖനം 4:8 മുതൽ 10 വരെ നമ്മൾ വായിക്കുന്നു. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, 1-ാം അധ്യായം 21-23 വാക്യങ്ങളിൽ, നാം കർത്താവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരും. ആമേൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലുമെല്ലാം ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ, ഇവിടെയെല്ലാം നമ്മൾ ചെന്നു ചേരുന്ന സ്ഥലം ഈ മൂന്നാം സ്വർഗമാണെന്ന് അപ്പോസ്തലൻ വ്യക്തമായി തന്റെ ദൈവീയ ദർശനത്തിൽ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് യേശു ഇറങ്ങി വന്ന സ്ഥലമാണ്, യേശു കയറിപ്പോയ സ്ഥലമാണ്, യേശു വീണ്ടും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ആ സ്ഥലം എത്രയോ അവണ്യമാണ്. ആ സ്ഥലത്തേക്ക് നമ്മുടെ ജീവിതയാത്ര നല്ലതായിരിക്കുകയാണെങ്കിൽ അവിടേക്ക് പോകാൻ കഴിയും. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും പൂർണ്ണത വരുത്തിയിരിക്കുന്നു. തന്റെ കാൽവരി യാഗ മരണത്തിലൂടെ നമ്മളെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ച് ആ യാഗത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളെ മൂന്നാം സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുക എന്നതായാൽ അത് യേശു നിറവേറ്റി നിറവേറ്റി നിറവേറ്റി.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നത് എത്രയോ ഭാഗ്യകരമായ അവസരമാണ്. യോഹന്നാൻ 3:13 യേശു മനുഷ്യാവതാരം ചെയ്തത് ഈ മൂന്നാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ്. യോഹന്നാൻ 6:38-42 വാക്യങ്ങളിൽ യേശു ഇപ്പോൾ പോയിരിക്കുന്നതും നമ്മൾ പോകുന്നതും നമ്മെ കൊണ്ടെത്തിക്കുന്നതും നമ്മെ ചേർക്കുന്നതും നമ്മളെ സുരക്ഷിതമായി ഇരുത്തുന്നതും ആ സ്ഥലമാണെന്ന് പറയുന്നു. എബ്രായലേഖനം 11 അതിന്റെ 14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഒരു പിതൃദേശം, നമ്മുടെ അപ്പന്റെ, നമ്മുടെ പിതാവിന്റെ, നമ്മുടെ ഫാദറിന്റെ ദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? തേജസ്സാണ്, മൂന്നാം സ്വർഗമാണ്. ആമേൻ. അതുകൊണ്ട് അപ്പന്റെ മക്കളും അവിടെ ചെല്ലണം. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ താല്പര്യം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ചിന്ത, നമ്മുടെ തീരുമാനം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധന, നമ്മുടെ പള്ളി, ഇതെല്ലാം മൂന്നാം സ്വർഗത്തിൽ എത്തണമെന്നുള്ളതായിരിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 1 തെസ്സലോനിക്കർ 4 അതിന്റെ 13 മുതൽ കർത്താവ് യേശു വന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി, ആ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടിരുത്തും. യോഹന്നാൻ 14 പറഞ്ഞത്. എന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിൽ അതിന്റെ പൂർത്തീകരണം പറയുകയാണ്, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കും. ആമേൻ. കർത്താവ് താൻ ഗംഭീര നാമത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആമേൻ. വേറെ ഒരിടത്ത് നിന്നല്ല ഇറങ്ങി വരുന്നത്, നമ്മെ ചേർക്കുവാൻ അവൻ ഇറങ്ങി വരുന്ന സ്ഥലമാണ് മൂന്നാം സ്വർഗം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ നമ്മൾ ആ കർത്താവിനോടുകൂടെ പോയി ആ സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി തീരും. നമ്മുടെ വിശ്വാസം സമ്പൂർണ്ണമായി തീരും. നമ്മുടെ തീരുമാനങ്ങൾ സമ്പൂർണ്ണമായി തീരും. നമ്മുടെ താല്പര്യങ്ങൾ സമ്പൂർണ്ണമായി തീരും. നമ്മുടെ ആഗ്രഹങ്ങൾ സമ്പൂർണ്ണമായി തീരും. എന്റെ വിശ്വാസത്തിന്റെ വില ഇതാണ്, എന്റെ ആത്മീയതയുടെ വില ഇതാണ്, എന്റെ വേദപുസ്തക ചിന്തയുടെ വില ഇതാണെന്ന് അന്ന് നമുക്ക് മനസ്സിലാകുവാൻ ഇടയാകും. ദൈവമക്കളെ, അതുകൊണ്ട് ഇത് പ്രകാരം കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, സ്വർഗം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. 1, 2, 3 സ്വർഗങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ആകാശമണ്ഡലമാണ്, അവിടെ വായു സഞ്ചാരമുണ്ട്. രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്ര മണ്ഡലമാണ്, അവിടെ വായു സഞ്ചാരമില്ല. മൂന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് അവിടെ ദൈവവും തന്റെ ജനവും വസിക്കുന്ന സ്ഥലമാണ്. അവിടെ വസിക്കുവാൻ, അവിടെ വാഴുവാൻ, അവിടെ പാർക്കുവാൻ, അവിടെ ജീവിക്കുവാൻ ഒരു വായുവിന്റെയും ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു മണിക്കൂറിൽ, ഏതെങ്കിലും ഒരു മിനിറ്റിൽ നമ്മുടെ ശ്വസന അവയവത്തിലൂടെ ശ്വസിക്കുന്നത് പുറത്തു പോകാതെയോ അകത്തു വരാതെ ഇരുന്നാൽ കുറച്ച് ശ്രമിക്കുകി നമ്മൾ പോകുന്നത് ശ്മശാനത്തിലേക്കല്ലേ? ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വെന്റിലേറ്ററിൽ അത്യാഹിതമായ ഒരു രോഗിയെ കിടത്തിക്കൊണ്ട് അവന്റെ ഇടുപ്പുകൾ നോക്കി അവന് കൃത്രിമമായ ശ്വാസോച്ഛ്വാസം നൽകിക്കൊണ്ട് അവനെ ഈ ഭൂമിയിൽ അവന്റെ ജീവനെ നിലനിർത്തുവാൻ മെഡിക്കൽ രംഗത്തെ വിദഗ്ധന്മാർ പെടുന്ന പാടുകൾ എത്രയോ ഭയങ്കരമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആർക്കും ഒരു രീതിയിലും പാടുകളിലേക്ക് വരുത്തില്ല. ആ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആമേൻ, അവിടെ ആരുടെയും സഹായം വേണ്ട, ഒരു കൃത്രിമത്വത്തിന്റെയും ആവശ്യമില്ല. അവിടെ നമ്മുടെ സ്ഥലം സുരക്ഷമായിരിക്കും, അവിടെ നമ്മുടെ സംരക്ഷണം സമ്പൂർണ്ണമായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 6:44 വാക്യത്തിൽ യേശു പറഞ്ഞു, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ഭൂമിയുടെ ആകർഷണമാണ് ഈ ലോകപ്രകാരമുള്ള നമ്മുടെ അറിവിൽ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ട് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ പെടാത്ത ഒറ്റയൊരു സ്ഥലമേ ഉള്ളൂ, അത് തേജസ്സവനാണ്.
ആമേൻ. പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയുമായിലെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, നക്ഷത്രങ്ങൾ പടുപടെ ആ നക്ഷത്ര മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴും, സൂര്യൻ അതിന്റെ സ്ഥാനത്ത് നിന്ന് നിഷ്ക്രിയമാകും, നക്ഷത്രം അതിന്റെ സ്ഥാനത്ത് നിന്ന് നിഷ്ക്രിയമാകും. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഒന്നാം സ്വർഗം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അന്താളിക്കുമ്പോൾ, രണ്ടാം സ്വർഗം ഒന്നുമല്ലാത്ത നിലയിൽ വിറങ്ങലിക്കുമ്പോൾ, മൂന്നാം സ്വർഗം ആശ്ചര്യമായി നിൽക്കുകയാണ്. അത് ദൈവത്തിന്റെ വാസസ്ഥലമാണ്, ദൈവത്തിന്റെ പരമ്പര സംശയമാണ്. ദൈവമക്കളാൽ നമ്മൾ ചേർന്നവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ട് സ്വർഗങ്ങൾ ചാറ്റാടുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ പൊസിഷൻ ഈസ് തേർഡ് ഹെവൻ, നമ്മുടെ സ്ഥാനം മൂന്നാം സ്വർഗമാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ ഒരു നല്ല ജീവിതം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതെല്ലാം കൊണ്ടും നല്ലതാണ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദാഹിച്ചിട്ടല്ല യേശു വെള്ളം കുടിക്കാനായിട്ട് ഒരു കിണറ്റിൽ ചെന്നത്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം, ശമരിയ സ്ത്രീയാണ്. ആ ശമരിയ സ്ത്രീയോട് യേശു വെള്ളം ചോദിച്ചത് യേശുവിന്റെ ദാഹം അടക്കുവാൻ വേണ്ടിയല്ല. ആ വെള്ളം ചോദിച്ചതിലൂടെ അവളുടെ ദാഹം യേശു ശമിപ്പിച്ചിട്ട് പോയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ എല്ലാവിധമായ പ്രശ്നങ്ങളെയും പരിഹരിച്ച് പൂർണ്ണമാക്കുവാൻ ഒരാളെ ഉള്ളൂ, അവൻ കർത്താവായ യേശുവാണ്. ശമരിയ സ്ത്രീ പറഞ്ഞു, എന്റെ ജീവിതത്തെ കണ്ടുമുട്ടിയവൻ, എന്നെ കുറിച്ച് അറിഞ്ഞവൻ, എന്നെ കുറിച്ച് പറഞ്ഞവൻ, എന്റെ പ്രശ്നം പരിഹരിച്ചവൻ, അവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയെങ്കിൽ ആ കാണിച്ചു തരാമെന്ന് ശമരിയ സ്ത്രീ പറഞ്ഞവൻ നമ്മുടെ കർത്താവായ യേശുവല്ലേ. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 38 വർഷക്കാലം ആരുടെയും സഹായമില്ലാതെ എല്ലാവരുടെ ജീവിതത്തില് നിർഭാഗ്യാവസ്ഥയിൽ കിടന്ന മനുഷ്യനോട് കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചതേയുള്ളൂ, നിന്നെ കിടക്കെഴുന്നേറ്റ് പോടാം. യേശുവിന്റെ വാക്കിന് അവൻ കിടക്കെഴുന്നേറ്റ് ആരുടെയും സഹായമില്ല, തുള്ളിച്ചാടി ഓടി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ ബലഹീനതയുണ്ടാകുമ്പോൾ മനുഷ്യന്റെ സഹായം ആവശ്യമാണ്, മെഡിസിന്റെ സഹായം ആവശ്യമാണ്, ഊന്നുവടികളുടെ സഹായം ആവശ്യമാണ്. ഇന്നത്തെ മനോരമ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ആത്മീയ ഉന്നതനായ മനുഷ്യൻ പോലും ഒരു വഴി കുത്തി മുന്നോട്ട് വരുന്ന ഒരു സീനറി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആരാണെന്ന് നിങ്ങൾ വീട്ടിൽ പോയ പേപ്പർ ഒന്ന് നോക്കണം. ലോകത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനാണ്. ആമേൻ, ഹല്ലേലൂയ. അദ്ദേഹത്തെക്കാൾ ഉന്നതനായ ഒരു മനുഷ്യൻ ഈ ലോകപ്രകാരമില്ല. ആ മനുഷ്യനും ഒരു ഊന്നുവഴി കൊണ്ട് ഊന്നിയാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ന്യൂസ് പറയുന്നു, ഒന്ന് കാല് സ്ലിപ്പ് ചെയ്തു, എന്നാൽ വീണില്ല. ആ ഊന്നുവഴി അവിടെ അമർത്തിയതുകൊണ്ട് ആ മനുഷ്യൻ അവിടെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ആരുടെയും ഒരു സഹായമില്ലാതെ എത്തിച്ചേർന്ന് സുരക്ഷിതമായി സമാധാനമായി ശാന്തിയോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഐശ്വര്യപൂർണമായ ജീവൻ നയിപ്പാൻ ദൈവം ഒരു സ്ഥലം കരുതിവെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗാതി സ്വർഗം, മൂന്നാമത്തെ സ്വർഗം, ദൈവത്തിന്റെ വാസസ്ഥലം. ദൈവമക്കളാണ് നമ്മളും ആ സ്ഥലത്തേക്ക് പോകുവാൻ ഈ നാടുകളിൽ തിടുക്കം കാണിച്ച് അതിനായി നമ്മൾ ഒരുങ്ങി മുന്നോട്ട് പോകണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ഒരു സ്ഥലം മാത്രം ആവശ്യമാണ്, that is the place of God. അത് നമുക്ക് ദൈവം അവകാശമായി തന്നിരിക്കുന്നു. നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ അതിനായി സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതെ.